മാം റെക്കോർഡ് ഇന്ന് തന്നെ ഇടാമോ? ആ മോളെ കേട്ടോ ഡേറ്റ് കുറവാണ്ട് ഇവിടെ എന്നാലും നീ നോക്ക്. മാം ഇപ്പൊ എന്താ എടുത്തിരിക്കണേ കളറ്? പറയാവേ, ഞാൻ ജസ്റ്റ് ഒന്ന് തുടങ്ങിക്കോട്ടെ. ഇപ്പം ഞാൻ ആ മ്യൂറൽ റെഡ് ചുണ്ടിലൊക്കെ ഒന്ന് കണ്ട, നമ്മൾ ആ ചുണ്ടൊക്കെ ഒന്ന് കൊടുത്തിരുന്നത് ഞാൻ കൊടുത്തത് നമ്മൾ കളർ ഇട്ടപ്പോൾ എല്ലാം ഒന്ന് ഔട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനത് കണ്ണിനകവും എല്ലാം ഒന്ന് നമ്മളിതിപ്പോൾ ഫേസാണ് ആദ്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഫേസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് കാരണം നമുക്ക് ഉദ്ദേശിക്കുന്നതിനേക്കാളൊരു ടൈമിങ് നമുക്ക് എടുക്കും. കാരണം ഫേസ് ഭംഗിയായി കഴിഞ്ഞാൽ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് മ്യൂറൽ റെഡ് വെച്ചിട്ട് ഞാൻ മൂക്ക്, കണ്ണ്, അങ്ങനെയുള്ള പൊട്ടൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയാനായിട്ട്. പ്രത്യേകിച്ച് കണ്ണാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. അപ്പോൾ കണ്ണിലൊക്കെ ഒരു മ്യൂറൽ റെഡിൻ്റെ കളറാണ് കൊടുക്കുന്നത് കേട്ടോ, നല്ല തിക്കായിട്ട്. എന്നിട്ട് വേണം നമുക്ക് ഫേസിൽ ഷെയ്ഡ് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ആ കൊടുക്കുന്ന സമയത്ത് ഇതിലൊരു വൈറ്റ് നമുക്ക് കൊടുക്കുന്നത് ലാസ്റ്റ് വൈറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് കണ്ണിൻ്റെ വൈറ്റ് കൊടുക്കുന്നൊരു പൊസിഷൻ ഒരുപോലെ വരത്തില്ല. അതുകൊണ്ട് ഞാൻ റെഡ് ഫുള്ള് കൊണ്ട് കൃഷ്ണമണിയെ ഫില്ല് ചെയ്യാൻ കേട്ടോ. ഇത് മ്യൂറൽ റെഡാണ്, അറിയാമല്ലോ. മ്യൂറൽ റെഡിൻ്റെ കോമ്പിനേഷൻ 2 ഡ്രോപ്പ് സ്കാർലറ്റ്, 1 ഡ്രോപ്പ് ബേൺസീനയും കൂടി ചേരുന്നതാണ് മ്യൂറൽ റെഡ് കേട്ടോ. അതിൽ 3 ഡ്രോപ്പ് കളറിന് ഒരു 1.5 ഡ്രോപ്പ് വാട്ടർ കേട്ടോ. ഒരുപാട് എടുക്കുന്നില്ല കാരണം നമ്മൾ ഈ കണ്ണിനകമൊക്കെ ഇതാണ് കേട്ടോ. മാക്സിമം 2 ഡ്രോപ്പ് വരെ എടുക്കാം. ക്രിംസണേ ഉള്ളൂ. ക്രിംസൺ പോരാ, സ്കാർലറ്റ് അല്ലെങ്കിൽ ഓറഞ്ച് ഇല്ലേ, ഓറഞ്ച് കളറില്ലേ, ഓറഞ്ച് ചേർത്താലും മതി കേട്ടോ പെൻസിൽ. എന്നാലും നമുക്ക് എപ്പോഴും സ്കാർലറ്റ് അല്ലെങ്കിൽ വെർമില്യൻ എന്ന് പറയുന്ന റെഡ്, ക്രിംസൺ എന്ന് പറയുന്ന കളർ നമ്മൾ മ്യൂറലിൽ ചെയ്യാറേ ഇല്ല. പിന്നെ നമ്മൾ ചുണ്ട് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാനൊരു ബ്രൈറ്റ്നെസ് കൊടുക്കാൻ, ലോട്ടസ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ. ഞാൻ മിസ്സേ ഇന്നലെ പറഞ്ഞില്ലേ പോയപ്പോ അതാ കിട്ടിയത്, ക്യാമലിന്റെ കിട്ടിയതേ. സ്കാർലറ്റ് കിട്ടി, അത് ക്യാമലിന്റെ കിട്ടിയേ. അത് കുഴപ്പമില്ല. നമുക്ക് ഈ ക്രോം എന്ന് പറയുന്ന ഒരു കളറിന് മാത്രമാണ് ഈ ഫെവിക്രിലും ക്യാമലും തമ്മിൽ വ്യത്യാസമുള്ളത്. ബാക്കി ക്യാമലായാലും ഫെവിക്രിലായാലും ഏത് കമ്പനി ആയാലും ബാക്കി കളറില്ല, സെയിം ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. മതി മതി മതി. ഞാൻ മറ്റേത് ഈ ഒരു ക്രോമല്ലയിൽ മാത്രം ഉപയോഗിക്കുന്ന കളറിന് ചെറിയൊരു വേരിയേഷൻ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടോ. അത് ടൗണിൽ പോകുമ്പോൾ മേടിക്കാം മിസ്സേ. ഞാൻ എന്റെ വീട്ടിലായതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒന്നും കിട്ടത്തില്ലേ, കോട്ടയം ടൗണിൽ പോകണം. ഇപ്പൊ ഇത് ഉപയോഗിച്ചോട്ടെ, ക്യാമലിന്റെ ഉപയോഗിച്ചോളൂ, ക്യാമലിന്റെ മതി. ആണല്ലേ? ക്യാമലിൻ്റെ നമ്മളെ ഈ സ്കാർലറ്റ് റെഡിനോ ഓറഞ്ചിനോ ഒന്നും വലിയ വ്യത്യാസമില്ല കേട്ടോ. ക്രോമലിലേക്ക് മാത്രമാണ് നമ്മൾ മറ്റേ കളർ ഉപയോഗിക്കുന്നത്, തെറ്റില്ല, അതൊരു ഓറഞ്ച് പോലെ. അതുകൊണ്ട് ഞാൻ അതാണെങ്കിൽ എന്താണ് ഗോൾഡൻ എല്ലോ എടുക്കാൻ പറയും ക്യാമലിൻ്റെ ആണെങ്കിൽ. അപ്പോൾ ഞാൻ ഫേസ് ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് വരച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ ഫേസിന് 2 കളറാണ് പ്രധാനമായിട്ട് എടുക്കാൻ പോകുന്നത്. ആദ്യം പ്രഷ്യൻ ബ്ലൂ വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ ഷെയ്ഡ് കൊടുക്കുന്നത് കേട്ടോ. പ്രഷ്യൻ ബ്ലൂ വെച്ചിട്ടാണ് ഷെയ്ഡ് കൊടുക്കുന്നത്. ഒരു സെക്കൻഡ്. ഓക്കെ.
നമ്മൾ പ്രഷ്യൻ ബ്ലൂ ആണ് എടുക്കുന്നത് കേട്ടോ, പ്രഷ്യൻ ബ്ലൂ. കളർ ചെറിയ ചേഞ്ച്, ഒരു മിനിറ്റ് കേട്ടോ. പ്രഷ്യൻ ബ്ലൂ 2 ഡ്രോപ്പിന് 1 ഡ്രോപ്പ് നമുക്ക് ഔട്ട്ലൈനിങ് ആണ്. പിന്നെ നമുക്ക് നല്ലപോലെ വെള്ളം ചേർക്കേണ്ടതുണ്ട്. ഇച്ചിരി വലിയ ബ്രഷാണ് നമ്മൾ യൂസ് ചെയ്യണത് കേട്ടോ. ഞാനൊന്ന് മിക്സ് ചെയ്ത് വിട്ടെ, കളർ കുറച്ച് കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കളറൊക്കെ അങ്ങോട്ട് മാറ്റി. ഓക്കെ, പ്രഷ്യൻ ബ്ലൂ മാത്രമാണ് 2 ഡ്രോപ്പ് കളറിന് 1 ഡ്രോപ്പ് വാട്ടർ എന്ന ലെവലിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പ്രഷ്യൻ ബ്ലൂ മാത്രമാണ് നമ്മളിപ്പോൾ എടുത്തത്. ഷോർട്ട് ഹാൻഡ് ബ്രഷ് എടുത്തോട്ടെ. മാം, എന്റെ ഇവിടെ കളറ് കുറച്ച് പഴയതായിട്ട് കുറച്ച് തിക്കാണ്, അപ്പൊ കുറച്ച് വെള്ളം കൂടുതൽ കുഴപ്പമുണ്ടാവും. എപ്പോഴും ഒരു ലിക്വിഡ് ഫോമാണ് നമുക്ക് വേണ്ടത് കേട്ടോ, ലിക്വിഡ് ഫോമിലാണ് വേണ്ടത്. അപ്പം എൻ്റെതും അങ്ങനെയാണ് കേട്ടോ. ഞാനതുകൊണ്ട് വെള്ളം ചിലപ്പോൾ ഒഴിക്കുന്നതാണ്. നിങ്ങളുടെ അളവ് പറയുമെങ്കിലും ഞാൻ ആ കളർ ഒഴിക്കുകയായിരിക്കും. കാരണം എൻ്റെത് നമ്മുടെ പഴയ കളറാകുമ്പോൾ തിക്കായി കാണും. അപ്പോൾ അത് നമുക്കൊരു ലിക്വിഡ് ഫോമിലാണ് വേണ്ടത് കേട്ടോ. അത്രയും മനസ്സിലാക്കി. വെള്ളം ഒത്തിരി കൂടി പോവാതെ ശ്രദ്ധിക്കുക. കാരണം നമ്മളൊരു ഔട്ട്ലൈനിങ് ഒക്കെയാണ് ഈ കണ്ണിലും മൂക്കിലും ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഔട്ട്ലൈൻ ഞാനിപ്പോൾ ഈ റെഡ് കൊണ്ട് വരച്ചതിൻ്റെ പുറത്തൂടെ കേട്ടോ. മൂക്കാണ് ആദ്യം ചെയ്യുന്നത്. റെഡ് കൊണ്ട് വരച്ചതിൻ്റെ പുറത്തൂടെ കേട്ടോ. ശരിക്കും ഇതെല്ലാം റെഡെല്ലാം വരച്ച് നല്ലപോലെ ഉണങ്ങിയിട്ട് വേണം ചെയ്യാൻ. ഈ റെഡ് കൂടെ ലയിച്ച് പോകും കേട്ടോ. റെഡ് കൊണ്ട് വരച്ചതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഞാനൊരു ഔട്ട്ലൈൻ വരച്ചു കേട്ടോ. ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം നമ്മളിത് ഇങ്ങനൊരു വര കൊടുത്തിട്ടുണ്ട്. ആ വരയിൽ നിന്ന് ഇതാ ഈ ഒരു വര കണ്ടോ, ഈ ഒരു വര ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ ഒരു വരയിൽ ആദ്യം പുരികത്തിൻ്റെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ ഈ ഒരു വര കൊടുത്തിട്ട് നമ്മളിത് ഈ വര കൊടുത്തു. ഇനി ജസ്റ്റ് ബ്രഷ് വെള്ളത്തിൽ മുക്കി ഒന്ന് ട്രൈ ആക്കി. ഇപ്പം ബ്രഷിൽ വെള്ളമാണുള്ളത്, കളറല്ല. ആദ്യം വരച്ചത് മാത്രമാണ് പ്രഷ്യൻ ബ്ലൂ വെച്ചിട്ട് കേട്ടോ. ഈ കളറ് ജസ്റ്റ് ഒന്ന് ആദ്യം ഔട്ട്ലൈൻ അകത്തോട്ടാണ് ചെയ്തത്, പക്ഷെ നടുക്കോട്ട് ചെയ്യുന്നില്ല ചെയ്തത്. ഇനി ബാക്കി ഭാഗത്തോട്ട് നമ്മൾ പുറത്തോട്ടാണ് ഷെയ്ഡ് കൊടുക്കുന്നത്. കുറച്ചെൻ്റെ ഒരു ഇത് വരച്ചപ്പം ഇത് എന്തോന്ന് മൂക്ക് കുറച്ചൊന്ന് വലുതായി. ഇപ്പം ഞാൻ ശരിയാക്കി എടുക്കാം കേട്ടോ. വൈറ്റ് വെച്ച് ശരിയാക്കി എടുക്കും. ഞാൻ വൈറ്റ് ഷെയ്ഡ് ഇടുമ്പം കുറച്ചൊന്ന് നമ്മൾ ഡാർക്കാക്കിയിട്ടാണ് ലൈറ്റ് കൂടെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മൂക്കിൻ്റെ വെളിയിലോട്ടാണ് ഷെയ്ഡ് കൊടുക്കുന്നത്. ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് എന്തുവാണ് വെള്ളം നനഞ്ഞ് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ബ്രഷിൽ വെള്ളമാണ് എടുക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് നനഞ്ഞ് വരും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ണിൻ്റെ ഈ മേളിലാണ് കേട്ടോ. കണ്ണിൻ്റെയും ഈ ലൈനിൻ്റെ അടിയിലായിട്ടാണ് ബ്ലൂ കൊടുക്കുന്നത് കേട്ടോ. ഇതിലോട്ടൊന്ന് ലയിക്കാൻ വേണ്ടിയാണ്. ഇനി അതും ബ്രഷ് വെള്ളത്തിൽ മുക്കി അവിടെ ഒന്ന് ഡാർക്കാക്കുന്നു. ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് നമ്മളതൊന്ന് ഡാർക്ക് ചെയ്യണം.
ഇതിൻ്റെ ഈ ഒരു ഔട്ട്ലൈൻ, ഈ റെഡ് കൊണ്ട് നമ്മൾ വരച്ചിരിക്കുന്നില്ലേ, ആ ഔട്ട്ലൈന് നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് ഇതാ ബ്രഷ് വെള്ളത്തിൽ മുക്കി നല്ലപോലെ ഡ്രൈ ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ണിൻ്റെ താഴെ ചെയ്യുമ്പോൾ ചെറിയൊരു ഷെയ്ഡാണ്, ചെറുതായിട്ടൊരു ഗ്യാപ്പ് വിട്ടിട്ടാണ് ഷെയ്ഡ് ഒന്ന് ലയിപ്പിച്ചിരിക്കുന്നത്. ഇപ്പം വെള്ളം ചേർത്ത കളറാണ്. ഇതായി കണ്ണിൻ്റെ കുറച്ചൊരു ചെറിയൊരു ഗ്യാപ്പ് ഷെയ്ഡ് കൊടുക്കണം. മാം ഇത് തിന്നായിട്ടാണോ വരയ്ക്കണത് അതോ കുറച്ച് വീതിക്കാണോ? തിന്നായിട്ട് നമ്മളിവിടെ കുറച്ച് കളറാവത്തുള്ളൂ കേട്ടോ. എന്നിട്ട് തിന്നായിട്ട് വരച്ച ഉടനെ തന്നെ ബ്രഷ് വെള്ളത്തിൽ മുക്കി നന്നായിട്ട് അതിന് ട്രൈ ആക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രഷ്യൻ ബ്ലൂ ആയിട്ട് തോന്നത്തില്ല, നമുക്ക് ശരിക്കും പറഞ്ഞാൽ സെറോയിൻ ബ്ലൂവിൻ്റെ ഷെയ്ഡൊക്കെ വരത്തുള്ളൂ കേട്ടോ. ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡേ വരത്തുള്ളൂ. പിന്നെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗത്താണ്, മ്യൂറൽ ഹൈലൈറ്റിംഗ് ഇല്ല, പക്ഷെ നമ്മൾ ഇതിനകത്ത് ഹൈലൈറ്റിംഗ് കൊടുക്കുന്നുണ്ട്. ഔട്ടറാണ് കുറച്ചുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ കുറച്ച് തിക്കാക്കി, ഇതൊക്കെ മുടിയിലായിട്ട് വലിയ പ്രശ്നമില്ല. ഇനി ബ്രഷ് നല്ലപോലെ വെള്ളത്തിൽ മുക്കി ലയിപ്പിക്കുകയാണ്. ആദ്യത്തെ പ്രാവശ്യം നന്നായിട്ട് ലയിച്ചില്ലെങ്കിൽ വീണ്ടും നമ്മൾ ബ്രഷ് വെള്ളത്തിൽ മുക്കി അതിനൊന്ന്. മാം ഒരു ഡൗട്ടും കൂടി ചോദിക്കട്ടെ. നമ്മൾ ഈ വെള്ളത്തിന്റെ കുറച്ച് ഈ പേർഷ്യൻ ബ്ലൂ എടുക്കുമ്പോ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ട് എടുത്ത് മാമിന്റെ അത്രയും ബ്രഷ് കൺട്രോൾ ഉണ്ടാവില്ലല്ലോ, അപ്പൊ അത് കുറച്ച് ഡാർക്ക് ആയി പോവോന്നൊരു ഡൗട്ട്. കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്താൽ, പക്ഷെ നമ്മൾ ഈ അറ്റത്തോട്ടൊക്കെ വരുന്ന ഭാഗങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. കണ്ണിനകത്ത് വരുമ്പോഴും ഈ ഒരു വൈറ്റ് ഏരിയയൊക്കെ ഫുള്ളി ക്ലോത്തിൻ്റെ കളറാണ്. അപ്പോൾ ആ ഭാഗമൊക്കെ എത്തുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചത് കുറച്ചുകൂടെ വെള്ളം കുറച്ചുകൂടെ എന്താണ് കൂട്ടിയെടുത്താൽ മതി. 2 ഡ്രോപ്പിന് ഭയങ്കര പേടിയുള്ള കളറാ, ഭയങ്കര കളറാണ് ഉടനെ. അതായത് നിങ്ങളിപ്പോൾ ഇത്രയും വെക്കാവും, ഒരുപാട് കളർ അങ്ങ് നീട്ടി വെക്കരുത്, ഉണങ്ങിപ്പോവും. ക്ലോത്തും കൂടെ ആയതുകൊണ്ടേ നമുക്ക് പിന്നെ ചിലപ്പോൾ ആ കളർ ഇളകി വേണമെന്നില്ല. ഇതിപ്പോൾ നമ്മൾ എത്ര ഇതായി കഴിഞ്ഞാൽ ചെറിയൊരു ഏരിയ വേണ്ടി ഇപ്പം ഇത്രയും വീണ്ടും ഡാർക്കായിട്ട് തോന്നി. അപ്പോൾ എനിക്ക് ഡാർക്കായിട്ട് തോന്നുന്ന ഉടനെ ഞാൻ എന്ത് ചെയ്ത് വെള്ളം വെച്ച് വീണ്ടും അവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തൊരു ഷെയ്ഡ് മാത്രം അവിടെ നിർത്തുകയും ബാക്കി കളറിനെ നമ്മൾ എന്ത് ചെയ്യും, ലയിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ മൂക്കിലുമൊക്കെ എല്ലായിടും അങ്ങനെ തന്നെ നമ്മൾ ചെയ്ത് വരുമ്പോൾ കണ്ണിൽ മാത്രമാണ് കുറച്ചൊന്ന് ഡാർക്ക് വരുന്നത്. ബാക്കി എല്ലായിടത്തും ഈ ഒരു സ്കിൻ ടോണേ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഒരു ഷെയ്ഡും മാത്രമായിട്ട് നിൽക്കുകയുള്ളൂ കേട്ടോ. മാമിന് നല്ല ബ്രഷ് ബാലൻസ് ഉണ്ടല്ലോ. ഇല്ല, എല്ലാവർക്കും വലിയ പ്രശ്നമില്ല മാം. ഇത് നമ്മൾ തിന്നായിട്ട് വരയ്ക്കുന്ന ബ്ലാക്കിൽ മാത്രമാണ് നമ്മുടെ ഒരു ബ്രഷ് ബാലൻസിൻ്റെ സ്കില്ല് നമുക്ക് അറിയാൻ പറ്റുന്നത്. ബാക്കി എല്ലായിടത്തും നമുക്കിപ്പം കുറച്ചിപ്പോൾ വീതി കൂടിപ്പോയാലും ടെൻഷൻ അടിക്കണ്ട. കാരണം നമ്മൾ ഉടനെ അതിന് ആ ലൈനായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഒരു തിക്നെസ് അല്ലെങ്കിൽ തിന്നായിട്ടുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ ഉടനെ വെള്ളം കൊണ്ട് എന്താണ് സ്പ്രെഡ് ചെയ്യല്ലേ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ചെറിയ ഏരിയാസ് നോക്കി ചെയ്താൽ മതി. ഓക്കെ. റിയലിസ്റ്റിക്കിനാവുമ്പോഴേ നമുക്ക് ആ ഒരു ഭംഗിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ലൈറ്റ് ചെയ്യണം. ഞാൻ ഇപ്പോൾ ഇതിൽ ലൈറ്റ് ചെയ്യുന്നുണ്ട്, ആ ഒരു ടെക്നിക്ക് കൂടെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഓവർലാപ്പിംഗ് കളർ വരുന്നുണ്ട്, കാരണം കുറച്ച് ഡാർക്കായി പോയതുകൊണ്ട് കുറച്ച് കളറ് കുറച്ച് നമ്മൾ ആദ്യം ചെയ്യണ വാഷ് ഒരു 4 or 5 ഡ്രോപ്പ് ബ്ലൂ വൈറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ലൈറ്റ് ആയിട്ടുള്ളൊരു കളറായിട്ട് കൊടുക്കാൻ പറ്റും. എങ്കിലും നമ്മളതിനകത്ത് കൊടുക്കുന്നത് പ്രഷ്യൻ ബ്ലൂ ആണ്. എങ്കിൽ നമ്മൾ അത്രയും ലൈറ്റായിട്ടാണ് ആദ്യത്തെ വാഷ് ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ടാമത്തെ വാഷ് ഈ ഔട്ട്ലൈൻ കൊടുക്കുന്നത് സെറൂലിയൻ ബ്ലൂ വെച്ച് തന്നെ കൊടുക്കാൻ പറ്റും. മനസ്സിലായോ മാം? എൻ്റെ കുറച്ച് ഡാർക്കായി പോയി, കാരണം എൻ്റെ സെറൂലിയൻ ബ്ലൂ കുറച്ച് കട്ടിയായിരുന്നു. കുഴപ്പമില്ല മാം. നമ്മൾ ഇനിയിപ്പോൾ ഇതിനകത്ത് ഒരു ചെറിയൊരു വൈറ്റ് കൂടെ ചേർത്തുകൊണ്ട് ലൈറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര കട്ടിയായി ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്തൊരു ചെറിയ ഷെയ്ഡ് കൂടെ ചെയ്യും. ഇപ്പോൾ ഇതൊന്നും നമ്മൾ വിചാരിക്കും 2-3 കോട്ടായിട്ട് ഭയങ്കര കട്ടിയായിക്കണം, ആവത്തില്ല. ഇതിനകത്തൊരു ഫെവിക്കോൾ കണ്ടൻറ്റ് നമ്മൾ ഡയറക്റ്റ് കട്ടിക്ക് കളർ വയ്ക്കുമ്പോഴേ അതൊരു ഫ്ലാറ്റ് എഫക്റ്റ് വരുന്നുള്ളൂ. നമ്മൾ ഒന്നിൻ്റെ പുറത്തൊരു 10 പ്രാവശ്യം ചെയ്താലും കട്ടി കൂടത്തില്ല. കാരണം നമ്മൾ നല്ല പോലെ എന്ത് ചെയ്യുന്നു,
വാട്ടർ വെച്ച് ആ ഫെവിക്കോളിനെ ഫുള്ളും അങ്ങ് മെൽറ്റ് ആക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ചെയ്യുന്ന ഭാഗത്ത് ഒരിക്കലും കട്ടി വരത്തില്ല കേട്ടോ. നമുക്ക് ഇത്രയും പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു തോന്നൽ വരും, ആ ക്ലോത്ത് ഭയങ്കരമായിട്ട് കളറ് എന്തോന്ന് കട്ടിയായി പോവില്ലേ, അങ്ങനെ വരത്തില്ല കേട്ടോ. കാരണം നമ്മളിതിനകത്ത് ഫുള്ളുണ്ട്, ഇതിപ്പോൾ നല്ലപോലെ വെള്ളം എടുത്ത് വെച്ചാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. നമ്മൾ വൈറ്റ് കോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ വീണ്ടും ഇതാവും. ഇതിപ്പോൾ എൻ്റേതും കുറച്ച് ഡാർക്കാണ്, അത്ര തീരെ ലൈറ്റൊന്നും അല്ല. പിന്നെ ഇതെല്ലാം ഈ ഹെയറൊക്കെ ബ്ലാക്ക് എഴുതി വരുമ്പോൾ കുറച്ച് ഡാർക്കായാലും കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ചിന്തിക്കണ്ട. ഞാൻ ക്യാൻവാസിലല്ലേ മാം ചെയ്തത്, അപ്പൊ എനിക്ക് മാമിന്റെ നോക്കുമ്പോൾ എനിക്ക് കുറച്ച് ഡാർക്ക് ആയിട്ടിരിക്കുന്ന പോലെ എൻ്റെത് നോക്കാം. ക്യാൻവാസിലാണെങ്കിൽ നമ്മൾ ആ ലൈറ്റ് വയ്ക്കുമ്പോൾ കുറച്ചൊന്ന് കൂടുതൽ വെച്ചാൽ മതി കേട്ടോ. ക്ലോത്തിലെ കാര്യമാണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഔട്ട്ലൈനിങ് ചെയ്യുമ്പോഴാണ് എല്ലാം ഒന്ന് ഫിനിഷ് ചെയ്ത് വരുന്നത് കേട്ടോ. മാം ഇത് ബോഡി മൊത്തം ചെയ്യണോ? എല്ലായിടവും ചെയ്യുമ്പോൾ എല്ലായിടത്തെയും ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് ചെയ്ത് പോരും കേട്ടോ. എല്ലാ ഭാഗങ്ങളിലും ചെയ്യും. അവിടെ ആ സ്പഡ്ജിങ് ആദ്യത്തെ ചെയ്തപ്പോ കുറച്ച് ഇങ്ങനെ കേറി അതിന്റെ ഉള്ളിലേക്ക് വരാല്ലേ, ആ പിങ്കിലേക്ക്. ഈ ഭാഗം ഒരു ഞാൻ ഇവിടെ ഒരു മോതിരം കൊടുക്കണമെന്ന് വെച്ചാൽ അവിടെ റെഡ് ഇട്ടതാണ്, യെല്ലോ വെച്ചിട്ട് ഇത് വിട്ടുപോയി ചെയ്തപ്പോഴാണ്. കലാ മാം, നമ്മൾ പ്രഷ്യൻ ബ്ലൂ വെച്ചൊരു ഔട്ട്ലൈൻ കൊടുത്ത് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ മാം. ഓക്കെ മാം, ഇത്തിരി ലേറ്റ് ആയി പോയി. കുഴപ്പമില്ല. റഷ്യൻ ബ്ലൂ 2 ഡ്രോപ്പിന് 1 ഡ്രോപ്പ് വാട്ടർ എന്ന ലെവലിൽ എടുത്തിട്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നു. നല്ല പോലെ വെള്ളം ചേർത്ത് സ്മജ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ ഓക്കെ. നമുക്ക് ക്യാൻവാസിലാകുമ്പോൾ കുറച്ചുകൂടെ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്, കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ക്ലോത്തിനകത്ത് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് വീണ്ടും വീണ്ടും റീഅപ്ലൈ ചെയ്യുന്നതിലും നമ്മൾ ഉദ്ദേശിക്കുന്ന എഫക്റ്റിൽ തന്നെ ലയിക്കണമെന്നൊന്നുമില്ല. വെള്ളമല്ലേ തുണിയിലോട്ട് അത് ഭയങ്കര വരിയും അതിനൊക്കെ ഡിപ്പെൻഡാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ലോത്തുകളിൽ ചെയ്യുമ്പോൾ ഒറ്റ ഷെയ്ഡിലങ്ങ് നിർത്തും. ക്ലോത്ത് ഇങ്ങനെ സ്പ്രെഡായി. ഞാൻ പിന്നെ ഈ ഒരു പിക്ചറായതുകൊണ്ടാണ് കുറച്ച് ഷെയ്ഡ് കൂടുതലിട്ടത്. എന്നാൽ കുറച്ചുകൂടി ആ കവിളിൽ ഇതൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്താലേ കിട്ടത്തുള്ളൂ. അറ്റത്തായിട്ട് ചെറുതായിട്ട് സ്പ്രെഡ് ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറ്റത്തോട്ട് കളർ വയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോളൂ. എന്നോടാണ് അവ സംസാരിച്ചത്. ഇതിലെല്ലാം ഉണ്ടല്ലോ ആ 2 ബക്കറ്റ് പോലത്തെ. കലാ മാമിൻ്റെ തന്നെയാണോ മൈക്ക്? ആ ഓക്കെ. സോറി മാം, എന്റേതായിരുന്നു. ആ ഓക്കെ.
മാം ഇന്നലെ ചെയ്ത ഷെയ്ഡിങ് എല്ലാ ഭാഗത്തും ഈക്വൽ ആയിട്ട് വരണം അല്ലേ? അറ്റത്ത് കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് വരും, അകത്തോട്ട് കുറച്ചുകൂടെ എല്ലാ ഭാഗത്തും വരും ഞാൻ. സ്മഡ്ജ് ആയിട്ട് വരണം കളർ. അതെ അതെ. കവിത മാമൊക്കെ ഇട്ടിരുന്നത് ഓക്കെയാണ് കേട്ടോ. ഞാൻ ആരൊക്കെയോ ഫോട്ടോ വേറെ ആരായിട്ടിരുന്നു. ഇത്തിരി ഡാർക്ക് ആയില്ലേ മാം? വലിയ കുഴപ്പമില്ല മാം. ക്യാൻവാസ് ആണോ മാം അത്? ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഡിസൈൻ. അതെ അതെ അതെ. വേറെ ആരായിട്ടിരുന്നേ? നളിനി. നളിനി മാം. നളിനി മാമിൻ്റെയും കുഴപ്പമില്ല. നളിനി മാം കണിക്കൊന്ന് മാത്രമല്ല ഇട്ടത്, മറ്റത് ഇട്ടായിരുന്നോ? ഇല്ല ഇല്ല ഇല്ല, മറ്റേത് ഇട്ടില്ല, കണിക്കൊന്നും ഇട്ടില്ല. ഡാർക്ക് ആയിട്ടിരിക്കുമ്പോ നമ്മൾ ഇനി പ്രഷ്യൻ ബ്ലൂ വെച്ചിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റുമോ മാം? ചെയ്യാൻ പറ്റും. നമ്മൾ മാം എത്ര 3 ഡ്രോപ്പിൽ ഒരു ഡ്രോപ്പ് സെർവിൻ ബ്ലൂ അല്ലേ ചേർത്തത്? അതെ, പക്ഷെ എന്റെ സെറൂലിൻ ബ്ലൂ എനിക്ക് ട്യൂബ് ഉണ്ടായില്ല, അപ്പൊ ഞാൻ ബോട്ടിലെടുത്തത്. അത് കട്ടായിട്ടിരിക്കുന്നു, അതാണ് പറ്റിപ്പോയത്. അത് കുറച്ച് കട്ടിയായിരുന്നു, അത് അതിൻ്റെ അളവ് കൂടി കാണും അല്ലേ? ആയിരിക്കാം. പിന്നെ ഞാൻ വഴക്ക് ചേർത്തു, പക്ഷെ എനിക്ക് അത്ര അത് ശരിയായില്ല എന്നാണ് തോന്നുന്നത്. കുഴപ്പമില്ല മാം. നമുക്ക് ഇനിയിപ്പോൾ രണ്ട് ചെറിയൊരു വൈറ്റ് കൂടെ വെച്ചിട്ടുള്ള ലേപ്പിനുണ്ട് കേട്ടോ, ഹൈലൈറ്റ് വരുന്ന ഭാഗങ്ങളിൽ. നമ്മളിത് ഇപ്പോൾ ഔട്ടർ മാത്രമാണ് കൊടുത്തത്. ഞാനിത് ചുണ്ടിൻ്റെ സൈഡ് കേട്ടോ, ചുണ്ടിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് ഒരു കുത്ത് മാത്രമേ കൊടുത്തുള്ളൂ കേട്ടോ. കുത്ത് കൊടുത്തതിന് ശേഷം ഈ കുത്തിന് നമ്മൾ ഇന്നലെ അവിടെ ഒരു ചെറിയ ഷെയ്ഡ് കൊടുത്ത് ഇത് ഇങ്ങനൊരു ചെറിയ ഷെയ്ഡ് കേട്ടോ, ഒരു സ്മൈലി കാണിക്കാനാണ്. ചെറിയൊരു റൗണ്ടാണ്, ചെറിയൊരു കുത്ത് കൊടുത്തിട്ട് ചെറിയൊരു സ്മൈലിയാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയ കുത്ത് കേട്ടോ, എൻഡിലാണ് കൊടുത്തിട്ട് ജസ്റ്റ് ബ്രഷ് വെള്ളം വെച്ച് നല്ലപോലെ സ്മജ് ചെയ്തെടുക്കുകയാണ്. ഐബ്രോസ് ബ്ലൂ കൊണ്ട് ഡാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ റെഡും ബ്രൗണും ബ്ലൂ ഒക്കെ ചേരുമ്പോൾ ബ്ലാക്കാണ് കളറാകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ റെഡിൻ്റെ പുറത്ത് ചെയ്യുമ്പോൾ തന്നെ അത് ബ്ലാക്കായി ഐബ്രോസ്. താഴോട്ടല്ല മുകളിലോട്ടാണ് ഒന്ന് ലയിപ്പിച്ചെടുക്കുന്നത് കേട്ടോ. നമ്മൾ ആ ഒരു ബ്ലൂ ഇട്ട ഭാഗങ്ങളൊക്കെ എന്താണ് വെള്ളം ചേർത്തുകൊണ്ട് തന്നെ ഭയങ്കര ഡാർക്കല്ല, ഒരു അത്യാവശ്യം ചെറിയൊരു ഡാർക്ക് ഉണ്ടെന്നല്ലാതെ വലിയ ഡാർക്ക് ആയിട്ടില്ല കേട്ടോ.
അത് നിങ്ങൾ വെള്ളം ചേർത്ത് ലയിപ്പിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരത്തില്ല കേട്ടോ. ശരി, ഞാൻ മുഖം ചെയ്ത് അതുപോലെ തന്നെ ബോഡിയുടെ എല്ലാ പാർട്ടുകളിലും വരും. ഇനി നമ്മൾ പ്രഷൻ ബ്ലൂ എടുത്തതിനോടൊപ്പം തന്നെ വൈറ്റ് കൂടെ എടുക്കുകയാണ് കേട്ടോ. വൈറ്റ് കളറൂടെ എടുക്കുകയാണ്. വൈറ്റ് സെപ്പറേറ്റ് ചെയ്താണ് എടുക്കുന്നത് കേട്ടോ. നമുക്ക് എത്രത്തോളം അളവിലാണ് വൈറ്റിൻ്റെ അളവ് വേണ്ടതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വൈറ്റ് വച്ചിട്ട് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് തിക്കായിട്ടുള്ള ബ്രഷോ കുറ്റിയായിട്ടുള്ള ബ്രഷ് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമുക്ക് സ്മഡ്ജിങ് ആണ് വേണ്ടത് കേട്ടോ. നമ്മളിതിനെ പെയിൻറ്റിങ്സിൽ ചെയ്യുന്നൊരു ശൈലിയാണ് ഇപ്പം ചെയ്യുന്നത്. ഫേസ് ചെയ്യുന്നത് കുറച്ച് ഞാൻ പറഞ്ഞൊരു പക്ക മ്യൂറൽ ശൈലിയിലല്ല. കാരണം നമുക്ക് അതിൻ്റെ ഒരു കളറിങ് ആയി വരണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിത് മൂക്കിൻ്റെ കേട്ടോ, മൂക്കിൻ്റെ ആദ്യമാണ് ഇവിടെ കൊടുക്കുന്നത് കണ്ടോ. ഒരു വൈറ്റ് കൊടുത്ത് കണ്ടോ, ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു വൈറ്റ് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കൊടുത്തിട്ട് ഉടനെ തന്നെ ബ്രഷ് നല്ലതായിട്ടൊക്കെ ഉണങ്ങും. നമ്മൾ ഈ ബ്ലൂ അത്രയും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ചെയ്യണം. എന്നാൽ നല്ല ഉണങ്ങുന്നതിന് മുമ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പം നമുക്കിത് നല്ലപോലെ ഈ ബ്ലൂ ആയിട്ട് ഇതിപ്പോൾ രണ്ട് സൈഡിലോട്ട് കേട്ടോ ഈ മുഖം നമുക്ക് ഞാൻ ഈ ഒരു സ്റ്റെപ്പാണ് പറഞ്ഞത്. ഇതിൻ്റെ രണ്ട് സൈഡിലോട്ട് കേട്ടോ നമ്മൾ പൊട്ട് മാം ഇത് സ്മെച്ച് ചെയ്തത് എങ്ങനെയാ? ബ്ലൂ ആഡ് ചെയ്തിട്ടോ അതോ വെള്ളത്തിലോ? വെള്ളം 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 മാത്രം വൈറ്റ് വച്ച് വെള്ളം മാത്രം വെച്ചാണ് സ്മജ് ചെയ്ത് കേട്ടോ. മൂക്കിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു കളറിങ് കൊടുക്കുന്നത് കേട്ടോ. ഇനി അതുപോലെ കണ്ട് നമ്മൾ ഇവിടെ മാത്രമേ വെക്കുന്നുള്ളൂ. ഉണ്ട് ഈ ഒരു ഭാഗത്ത് ഈ എൻഡിൽ മാത്രമാണ് കേട്ടോ ഒരു വര പോലെയാണ് കൊടുത്തത്. അവിടെ വെള്ളം മാത്രം വെച്ചൊന്ന് സ്മജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഫുള്ളായിട്ടല്ല. ഇനി നമുക്ക് ആ ചുണ്ടിൻ്റെ ചുറ്റും വരുന്നുണ്ട് ഒരു വരയുണ്ട്. ഈ ചുണ്ടിൻ്റെ ചുറ്റും ചെറുതായിട്ട് ഇവിടെ മാത്രം കേട്ടോ കൊടുത്തിട്ട് ഇനി ആ ഒരു ഭാഗം വെള്ളം വെച്ചൊന്ന് സ്മജ് ചെയ്യാൻ കേട്ടോ. ഇതൊക്കെ ഒന്ന് നമ്മൾ ഈ ഒരു അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എടുത്ത് കാണിക്കാൻ നല്ലതാണ്. പെയിൻറ്റിങ്സൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ എന്താണ് ഭയങ്കര ഡാർക്കായി പോയവർക്ക് ഈ കളർ കുറച്ചുകൂടെ വൈറ്റ് ഇങ്ങോട്ട് വെള്ളം ചേർത്ത് കുറച്ചൊന്ന് ലൈറ്റ് ചെയ്ത് ചേർക്കാം. ഈ സൈഡിലോട്ടൊക്കെ വരുമല്ലേ, അപ്പോൾ അവിടെയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യിപ്പിച്ച് കാണിക്കാം. ഭയങ്കരമായിട്ട് ഡാർക്കായി പോയെന്നുള്ളവർക്ക് കേട്ടോ ഈ അവിടെ എല്ലാം പ്യുവറായിട്ട് വൈറ്റ് വയ്ക്കാൻ ഉണ്ടോ. വൈറ്റ് അങ്ങനെ ഒരു വര കൊടുക്കുന്നു. ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രഷ് വെള്ളത്തിൽ മുക്കി അതിനെ നല്ലതായിട്ട് ആ വൈറ്റ് വരയും സ്മജ് ചെയ്യിപ്പിച്ചെടുക്കുകയാണ്. ഇതുപോലെ നമുക്കിത് ഈ കണ്ണിൻ്റെ താഴെ വരുന്നുണ്ട് കേട്ടോ. അവിടെ ഈ ഒരു ഭാഗം കുറച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഈ ഒരു ഭാഗത്ത് കൂടെ കൊടുക്കുമ്പോൾ രണ്ടും ഒരുപോലെ വരാൻ വേണ്ടി. കുറച്ച് ചുരുങ്ങി നിൽക്കുന്നുണ്ട്.
മാം ഇപ്പം ആ തുണിയില് കുറച്ച് നനവുണ്ടല്ലോ അല്ലെ? ഏതാ? കുറച്ച് നനവുണ്ടല്ലോ, അപ്പോഴല്ലേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. തുണിയിൽ ചെറിയൊരു നനവ് അടിയിലത്തുണ്ട്, അതില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. നമ്മൾ ഈ വൈറ്റിന് നല്ലപോലെ വെള്ളം ലയിപ്പിക്കാനുണ്ട്. ഇപ്പം ഞാൻ തൊട്ട് കഴിഞ്ഞാൽ ഇതിൽ ബ്ലൂ ഇല്ല കേട്ടോ. അത് ഒരുവിധം ഒന്ന് ഉണങ്ങിക്കാണും. ഭയങ്കരമായിട്ട് ഒരു ഇത് വരണമെന്നില്ലെന്നേ ഉള്ളൂ. ചെറിയൊരു ഈർപ്പം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വൈറ്റിങ്ങിന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാതെ വരും കേട്ടോ. ആ ബ്ലൂവും കൂടെ മിക്സ് ചെയ്ത് വരും. അപ്പൊ അതിൽ വെള്ളം എത്ര ആഡ് ചെയ്തു മാം? വെള്ളം ഞാൻ ആദ്യം കളർ വെച്ചിട്ട്, ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യണത് 2-ൻ്റെ ബ്രഷാണേ. ആ ബ്രഷ് വെച്ചിട്ട് ഉടനെ ഞാൻ ബ്രഷ് വെള്ളത്തിൽ മുക്കുകയാണ് കേട്ടോ. വൈറ്റ് തിക്കായിട്ട് വച്ചിട്ട് ബ്രഷ് ഉടനെ വെള്ളത്തിൽ മുക്കിയിട്ട് നല്ലപോലെ ഡ്രൈ ആക്കി ജസ്റ്റ് ഒരു തുണി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തുണിയിലൊന്ന് പ്രസ് ചെയ്തിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. അപ്പം വെള്ളം ഒരുപാട് ആവത്തുമില്ല, എന്നാൽ അങ്ങനെ ലയിച്ച് വരത്തരുത്. അപ്പോൾ നമുക്ക് ആ ഒരു ഹൈലൈറ്റ് നന്നായിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ താടിയിലൊന്നും വെച്ചാൽ ഭയങ്കരമായിട്ട് നമ്മൾ വെച്ചപ്പോൾ നല്ല വൈറ്റ് ആയിട്ടിരുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ അവിടെ എല്ലാം ഉണ്ടാകുന്നു? അവിടെ ഒന്നുമില്ല. അത് നമ്മൾ ഫുള്ള് അങ്ങ് ലയിക്കുകയാണ്. പക്ഷേ അവിടെ ഒരു കളർ ലൈറ്റ് ആവുന്നതേ ഉള്ളൂ. നമ്മൾ വിചാരിക്കും അവിടെ ഒരു വൈറ്റ് കളർ അതുപോലെ നിൽക്കുന്നു. ഒരു കളറോടെ നിൽക്കത്തില്ല കേട്ടോ. ചെറുതായിട്ട് നമുക്കിവിടെ ലൈറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. പക്ഷെ എല്ലാം നമ്മൾ ഇന്നലെ ഇങ്ങനെ ചെയ്യുമ്പോൾ മാം ബോഡിയേക്കാൾ കൂടുതൽ ലൈറ്റർ ഷെയ്ഡ് ആയിരിക്കും മുഖമാണ് അല്ലേ? മുഖമല്ല, ബോഡിയിലും ചെയ്യും. ബോഡിയിലും നടുക്ക് ചെയ്തു വരും. കയ്യിലൊക്കെ കാണിച്ചു തരാം കേട്ടോ. എല്ലായിടും ഒരേ കളറാണ്. പിന്നെ നമ്മൾ ഫേസിൽ ഒരു ചിരിയൊക്കെ വരാനും അതിൻ്റെ ഫേസ് കുറച്ചൊന്ന് ലൈറ്റ് ആവാനും വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിങ്ങനെ ഒറ്റ ഫീല് വരാതെ ഒരു ഇതായിട്ട് വരാൻ വേണ്ടിയാണ്. ചുണ്ടൊക്കെ ചെയ്ത് വരുമ്പോൾ രസമായിരിക്കും. ഈ വൈറ്റ് വയ്ക്കുന്നത് ഭയങ്കര ഡാർക്കായി പോയവർക്ക് കുറച്ച് കൂട്ടി അങ്ങ് ചെയ്യാം കേട്ടോ. ഇപ്പം ഇവിടെ മാത്രം ലയിപ്പിക്കാതെ ആദ്യത്തെ കോട്ട് ഇവിടെ നിന്ന് കൊടുത്ത് വൈറ്റ് കൊടുത്ത് ഫുള്ള് വെള്ളം വെച്ച് ലയിപ്പിക്കുക. ഉണങ്ങിയതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടെ വൈറ്റ് വെച്ച് കൊടുത്താൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ അപ്പോൾ ക്ലിയറായിട്ട് വരും കേട്ടോ. അല്ലാതെ ഫുള്ളും അതിലോട്ടങ്ങ് പോകണ്ട. നമ്മൾ വീണ്ടും ചെയ്ത് വീണ്ടും ഒരേ കളർ കൊടുത്ത് അതൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ഭയങ്കര ഇതായി പോകും കേട്ടോ. ആദ്യം ഒരു വൈറ്റ് കൊടുത്തതിന് ശേഷമല്ലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ബ്ലൂ കൊടുത്തതിന് ശേഷം എങ്കിലേ നമുക്ക് ഹൈലൈറ്റ് എവിടെയൊക്കെയെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ കേട്ടോ മാം. പ്രഷ്യൻ ബ്ലൂ കൊടുത്തതിന് ശേഷം അല്ലേ? പ്രഷ്യൻ ബ്ലൂ അല്ല, നമ്മൾ ഇതിനകത്ത് ഡാർക്ക് ഷെയ്ഡ് എല്ലാം കൊടുത്തു കഴിഞ്ഞു കണ്ടോ. ഞാൻ ഇവിടെ ഇപ്പോൾ നല്ല കട്ടിക്ക് വൈറ്റ് വെച്ച് നല്ല കട്ടിക്കാണ് വെച്ചത് കേട്ടോ. എന്നിട്ട് ഞാനിത് നല്ല പോലെ ബ്രഷ് ഇതാ വെള്ളത്തിൽ കഴുകി ബ്രഷിൽ വൈറ്റ് ഇല്ല കണ്ടോ. ഇതിനെ നന്നായിട്ട് ലയിപ്പിച്ചെടുക്കണം. ഇവിടെ ഞാൻ കുറച്ചൊന്ന് ഹൈലൈറ്റ് കൂട്ടുകയാണ് കേട്ടോ. ചിലരുടെയൊക്കെ ഡാർക്കായി പോയതിന് അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമുക്ക് ക്യാൻവാസിലും ചെയ്യാം അല്ലേ? ക്യാൻവാസിലും ചെയ്യാൻ പറ്റും. നമ്മൾ ക്യാൻവാസിൽ ആദ്യം ഒരു കോട്ട് കളർ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും തുണിയുടെ ഒരു ഫ്ലാറ്റായി കേട്ടോ. നമുക്ക് ഫസ്റ്റ് കോട്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ വെള്ളം നല്ലപോലെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റായി പോകും. ഫസ്റ്റ് കോട്ട് നമ്മളെപ്പോഴും ക്യാൻവാസ് ചെയ്യുമ്പോൾ വെള്ളം കുറച്ച് കട്ടിക്ക് തന്നെ ചെയ്യണം. ഒരു കോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നല്ലപോലെ വെള്ളം ചേർത്ത് തന്നെയാണ് ക്യാൻവാസിലും ചെയ്യണത് കേട്ടോ. ഒരു കോട്ട് വരുന്നവരെയുള്ളൊരു ഇതേ ഉള്ളൂ. അടിയിലൊരു ബേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കളർ ചെയ്യാൻ പറ്റും. ഇവിടെ നല്ല ബ്ലൂ ഞാൻ ചേർത്തപ്പോഴാണ് ഒരു സ്കൈ ബ്ലൂ അല്ലെങ്കിൽ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളൊരു ബ്ലൂ ആയിട്ട് വന്നത്. ഫേസ് 4 കോട്ട് ആയില്ലേ ഇപ്പൊ? ഫേസിൽ നമ്മൾ 4ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ കളർ വാഷ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ശരിക്കും 4 കളറിങ് ഉണങ്ങിയിരിക്കുന്ന ബ്ലൂവിന്റെ അകത്ത് തന്നെയാണ് ഈ വൈറ്റ് വെച്ച് സ്മെഡ്ജ് ചെയ്യുന്നത് അല്ലേ? നന്നായിട്ട് അതായത് ഉണങ്ങിപ്പോയാലും പ്രശ്നമൊന്നുമില്ല മാം. ഈ ബ്ലൂ സ്പ്രെഡ് ചെയ്തൊന്നും കയറുന്നില്ല. അതുകൊണ്ട് ബ്ലൂ നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാലും പ്രശ്നമില്ല കേട്ടോ. ബ്ലൂ ആയിട്ട് ഇതിന് ബന്ധമില്ല.
നമ്മൾ വൈറ്റ് മാത്രമാണ് സ്പ്രെഡ് ചെയ്യണം. വൈറ്റിൽ വെള്ളം ചേർക്കുമ്പോൾ അത് ഭയങ്കര ലൈറ്റായിട്ട് സ്പ്രെഡ് ആവുകയാണ്. ഇപ്പം ഇവിടെ ഈ കൊടുത്ത ലൈറ്റ്നെസ് ആണ് നമുക്ക് ടോട്ടലി കളർ ആവശ്യമെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ കുറച്ചുകൂടെ വൈറ്റ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ അത്രയും അങ്ങ് ലൈറ്റിലോട്ട് പോകുന്നില്ല. ഈ ഭാഗമൊക്കെ അല്ലേ നമ്മൾ കുറച്ചുകൂടെ വൈറ്റ് വെച്ചിട്ട് ഇവിടെ വൈറ്റ് വെച്ചിട്ട് നല്ലതായിട്ടങ്ങ് ലൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കളറിങ്ങിന് ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. മാം ഇപ്പൊ നെറ്റിയിലത്തെ ഉണങ്ങിയിട്ടുണ്ടാവില്ലേ, അപ്പൊ അതെന്ത് ചെയ്യും ചേഞ്ച് ചെയ്യാൻ? ഇല്ല, നെറ്റിയിലത്ത് നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല. ഉണ്ടാ ഞാൻ അതിൽ കളർ ബ്രഷ് ഇവിടെ നിന്ന് ഇളവുന്നുണ്ടോ? ഇപ്പൊ നമ്മള് ഫേസ് ഹൈലൈറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ ബ്ലൂ തന്നെ അങ്ങനെ വിട്ടാ മതി അല്ലേ മാം? ഓ, ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കവിളൊക്കെ അല്ലേ ഒരു റിയാലിറ്റി തോന്നും, ഒരു ചിരിയും കേട്ടോ. ചെറുതായിട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ജസ്റ്റ് ചിലരുടെ ഡാർക്കായി പോയി എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ്, എൻ്റെതും കുറച്ച് ഡാർക്കായി പോയതായിട്ട് തോന്നിയതുകൊണ്ടാണ് കുറച്ച്. നമുക്ക് മറ്റത് ലൈറ്റ് ബ്ലൂ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. ഡാർക്ക് ബ്ലൂവിലും ഭംഗിയാണ്. ഈ ബ്ലാക്ക് ഒക്കെ എഴുതി വരുമ്പോഴേ ഈ ഒരു മഞ്ഞയൊക്കെ ശരിക്കും പറഞ്ഞാൽ കൃഷ്ണന് നല്ല ഡാർക്ക് ബ്ലൂ ആണ് ഭംഗി. മഞ്ഞയൊക്കെ എടുത്ത് കാണിക്കാൻ നമ്മൾ ഒത്തിരി ലൈറ്റ് ആക്കുന്നതിനേക്കാളും ഡാർക്കാണ് ഭംഗി കേട്ടോ. ഞാൻ പിന്നെ ഇതൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. നമ്മൾ ഈ ഒരു പിക്ചർ, എൻ്റെ പിക്ചറിൻ്റെ ഭംഗിയേക്കാളും എപ്പോഴും നിങ്ങൾക്ക് പഠിപ്പിച്ചെടുക്കുമ്പോൾ ആ പഠിപ്പിക്കുന്ന എന്താണ് സ്റ്റെപ്സുകളൊന്ന് ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ എൻ്റെ പിക്ചറിൽ കാണിച്ചു തരുന്നതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് എൻ്റെ പിക്ചറിൻ്റെ ചിലപ്പോൾ മിക്കവാറും ലാസ്റ്റ് ഫൈനൽ എന്ന് പറയുന്നത് വലിയ ഭംഗിയൊന്നും ഉണ്ടാവാറില്ല. കാരണം നമ്മൾ പല പ്രാവശ്യം നിങ്ങൾക്ക് ട്രയൽ പോലെ കാണിച്ചു തരുന്ന സാധനമല്ലേ. അപ്പോൾ അതിൻ്റെ ഭംഗിയേക്കാളും ഞാൻ നിങ്ങൾക്ക് കളറുകൾ ഫോക്കസ് ചെയ്ത് വയ്ക്കാനാണ് പ്രധാനമായിട്ടും നോക്കുന്നത് കേട്ടോ. ഇവിടെ ഓൾറെഡി ഒരു സൈഡിൽ ഡാർക്ക് ആയതുകൊണ്ട് ഞാൻ വീണ്ടും ഇവിടെ വെച്ചതുണ്ട്. നമ്മൾ ആദ്യം വെച്ച കളർ കണ്ട് ഇതിൻ്റെയൊക്കെ ഇപ്പോൾ ഇത് ഉണങ്ങി വരുമ്പോൾ ആ ലൈറ്റ് വൈറ്റായിട്ട് തോന്നുന്നുണ്ടോ? ഇവിടെ വെച്ച് നമ്മൾ ഇല്ലല്ലേ, ആ ഒരു കളറുമായിട്ട് ഒരു ലൈറ്റ് ബ്ലൂ ആയിട്ടല്ലേ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. മാം ഈ പെയിന്റ് ചെയ്യണ സമയത്ത് ഫാൻ ഇട്ടിട്ടാണോ ചെയ്യണത്, ഫാൻ ഇടാണ്ട് ഇരിക്കുകയാണോ? ഫാൻ ഇട്ടിട്ടാണ്. എന്താന്ന് വെച്ചാ ഇപ്പൊ വേഗം ഉണങ്ങുന്നുണ്ടല്ലോ, അപ്പൊ മാം എന്താ ചെയ്യണേന്ന് അറിയാൻ. അത് നമ്മൾ അടിയിലൊരു കോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും കേട്ടോ. അടിയിലൊരു കോട്ടായി കഴിഞ്ഞാൽ നമ്മുടെ വെറ്റ് ക്ലോത്തിലാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങത്തില്ല. ഇതിപ്പോൾ ഇതൊന്നും ഒരു ബേസ് കോട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളതിൽ ചെയ്യുന്നതെല്ലാം ആ കോട്ടിൻ്റെ പുറത്താണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒബ്സോർവിങ് ഒന്നും ഇല്ലല്ലോ, ഒറ്റ ലെയറാണ്, അതിങ്ങനെ സ്പ്രെഡ് ആയിക്കോളും. പിന്നെ ബ്രഷിൽ ഒരുപാട് വെള്ളം ഇല്ല കേട്ടോ മാം, അത് ശ്രദ്ധിക്കണം. ബ്രഷിൽ ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഉണങ്ങത്തില്ല. ഞാൻ ബ്രഷ് ജസ്റ്റ് ഒരു വെറ്റ് ക്ലോത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്, ഒരു തുണി വെച്ചിട്ടുണ്ട്. ആ തുണിയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളമേ കാണുള്ളൂ, ആ വെള്ളം പെട്ടെന്ന് സ്പ്രെഡ് ആവുകയാണ്. ഓക്കെ, ഈ ചെവിയിലൊക്കെ ചെറിയൊരു വൈറ്റ്, ചെവിയൊക്കെ ചെറിയ ഏരിയ. നമുക്ക് ബ്രഷ് മുട്ടിച്ച് കഴിഞ്ഞ ആ ബ്രഷ് തിരിച്ച് വെള്ളം എടുക്കുമ്പോ തന്നെ ഇത് ഉണങ്ങി കഴിഞ്ഞു. അപ്പൊ അതാ ചോദിച്ചത്, ഫാൻ ഇട്ടിട്ട് അപ്പൊ ഡ്രൈനെസ്സിന് അറിയാൻ വേണ്ടിട്ട് ചോദിച്ചത്. മാം ഒന്ന് ചെയ്ത് വരുമ്പോൾ ശരിയായിക്കോളും മാം, നമ്മളിതിലൊന്നും പേടിക്കണ്ട. നമ്മളൊന്ന് ചെയ്ത് വരുമ്പോഴേ അതൊന്ന് ശരിയായിക്കോളും കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് കണ്ട് ഇവിടെ ഈ ഐബ്രോസിൻ്റെ എപ്പോഴും നമുക്ക് ഭയങ്കര ഹൈലൈറ്റാണ്. മൂക്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ഭാഗമാണ് ഐബ്രോസ് കേട്ടോ. ഐബ്രോസിൻ്റെ താഴെ എപ്പോഴും നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്യുമ്പോഴും കണ്ടിട്ടില്ലേ, അവരിങ്ങനെ മേക്കപ്പ് ഇങ്ങനെ ഒരു ഷെയ്ഡ് സ്കിൻ ടോണിൻ്റെ കളർ അവരിങ്ങനെ അടിയിലൊരു ഷെയ്ഡൊക്കെ കൊടുത്താണ് ചെയ്യുന്നത്. ഇത് പുരികം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഏതാ വൈറ്റ് വെച്ചാണ്. ഇപ്പം വൈറ്റ് വെച്ചാണ്. ഞാൻ ഇപ്പോൾ ചെവിയിൽ കണ്ട ഒരു ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് വെള്ളം വെച്ച് ലയിപ്പിച്ചതേ ഉള്ളൂ. ഈ മെത്തേഡ് ബ്ലൂ കളറിൽ മാത്രമാണോ നമുക്ക് കൂടുതൽ ആപ്ലിക്കബിൾ, അതോ എല്ലാ ചിത്രങ്ങളിലും ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ മാം? ഇപ്പം ഞാൻ ചെയ്യുന്നത് ഒരു റിയലിസ്റ്റിക് പെയിൻറ്റിങ്ങിൽ നമ്മൾ ഹൈലൈറ്റ് കൊടുക്കുന്ന ഒരു പോർട്രേറ്റ് ഒക്കെ ചെയ്യുമ്പം നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്സ് മ്യൂറലിലോട്ട് ആക്കി കൊണ്ടുവന്നേ ഉള്ളൂ കേട്ടോ മാം. സാധാരണ നമ്മൾ മ്യൂറലിലൊക്കെ ചെയ്യുമ്പോൾ ഒരു കളർ ചെയ്ത് ഫ്ലാറ്റായിട്ട് ഡാർക്ക് ഔട്ട്ലൈൻ കൊടുത്ത് അതൊന്ന് സ്മജ് ചെയ്തെടുക്കുന്ന ഒറ്റ ടെക്നിക്കേ ഉള്ളൂ. എല്ലാവരും മ്യൂറൽ പഠിപ്പിച്ചാലും അങ്ങനെയാണ്. മഞ്ഞയാണ് വാഷ് ചെയ്യണമെങ്കിൽ ഓറഞ്ച് വെച്ച് ഔട്ട്ലൈൻ കൊടുത്ത് അതിനൊന്ന് സ്മജ് ചെയ്യും. ലൈറ്റ് ബ്ലൂ ആണ് വാഷ് ചെയ്യണമെങ്കിൽ ഡാർക്ക് ബ്ലൂ വയ്ക്കും.
ഒരു ഗ്രീൻ കളർന്ന ബ്ലൂ ആണെങ്കിൽ അതിൻ്റെ ഡാർക്ക് ടോൺ വെച്ച് ഔട്ട്ലൈൻ കൊടുത്ത് ലയിപ്പിക്കും. ഈ ഒരു ടെക്നിക്ക് എല്ലാവരും മ്യൂറലിൽ പഠിപ്പിക്കാറുള്ളൂ, എല്ലാവരും ചെയ്യുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇപ്പോഴേ റിയലിസ്റ്റിക് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് കൂടുതലും മ്യൂറൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ചിത്രങ്ങൾ പൊതുവെ മ്യൂറൽ ഒരു ചിത്രം എന്ന് പറയുന്നതിനേക്കാളും അട്രാക്റ്റീവായിട്ട് അയ്യോ നല്ല രസമുണ്ടല്ലേ എന്ന് പറയുന്നൊരു ചിത്രമാണ്. അപ്പോൾ അതിന് കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ കൃഷ്ണനല്ലേ കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ടെക്നിക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. ഇതിനകത്ത് ഞാനിപ്പോൾ ഇത്രയും ഭാഗം ഹൈലൈറ്റ് ചെയ്യുള്ളൂ, ഇതിൽ ഔട്ടർ ചെയ്തിട്ടില്ല. ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് കയ്യിലും കൂടെ ഞാനൊന്ന് കാണിച്ചിട്ട് ഇവിടെ ഞാൻ കുറച്ച് പ്രഷ്യൻ ബ്ലൂ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ പ്രഷ്യൻ ബ്ലൂ ഇട്ടിട്ടുണ്ട്, ഞാൻ നടുക്ക് കൊടുത്തു കേട്ടോ, കാണാമല്ലോ, കൊടുത്തു. ജസ്റ്റ് ഒന്ന് കൊടുത്തതേ ഉള്ളൂ. അവിടെ നല്ലതായിട്ട് ഉണങ്ങി കേട്ടോ പ്രഷ്യൻ ബ്ലൂ, നമ്മൾ അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഉണങ്ങി. അതിൽ ഞാൻ ബ്രഷിലെ വെള്ളം നല്ലതായിട്ടുണ്ട് കേട്ടോ, ഇവിടെ നല്ലതായിട്ട് വൈറ്റ് ഇട്ടിട്ടുണ്ട്, ഒന്ന് ലൈറ്റ് ചെയ്യാൻ വേണ്ടി കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. വലിയ ഏരിയ ആകുമ്പോൾ നമുക്ക് വേറെ ഡിസ്റ്റർബൻസ് ഇല്ല, നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇതൊരു പ്രാവശ്യമായി, അപ്പോൾ വെള്ളം ഒന്ന് സ്പ്രെഡായി. വീണ്ടും ഞാൻ ബ്രഷിൽ വെള്ളം മുക്കി അറ്റത്തോട്ട്. കണ്ടോ, ഈ ഒരു രീതിയിൽ ഇപ്പം നടുക്ക് ചെറിയ ലൈറ്റ് കാണും, ബാക്കി എല്ലായിടും നമ്മൾ ആ കളറിനെ എന്ത് ചെയ്ത് സ്പ്രെഡ് ചെയ്യിപ്പിച്ച് ആ ഒരു ഷേപ്പിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മനസ്സിലായോ എല്ലാവർക്കും? അപ്പോൾ ഈ മുഖമായിട്ട് വരും. ഉണങ്ങി കഴിയുമ്പോൾ തന്നെ ഇവിടെയൊക്കെ ഉണങ്ങിയപ്പോൾ ഞാൻ ഇത്ര പ്രാവശ്യം വൈറ്റ് വെച്ചതാണ്, വലുതായിട്ടില്ല, ചെറിയൊരു ഇതേ ഉള്ളൂ കേട്ടോ, ചെറിയൊരു ഷേപ്പുകൾ. ഇവിടെ നമുക്ക് ഒരു ഗ്ലോസി തോന്നും, ഒരു തിളക്കം പോലുള്ളൊരു ഫീല് തോന്നും ഈ വൈറ്റ് വയ്ക്കുമ്പോൾ. നമ്മളെ ചിലരുടെ ഫേസൊക്കെ വരയ്ക്കുമ്പോഴേ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പിക്ചർ കാണിച്ചു തരാം. ലിപ്സ്റ്റിക്ക് ഇപ്പം കാണാവോ? സ്ക്രീനിലൊരു പിക്ചർ കാണുന്നില്ലേ? സ്ക്രീനിലൊരു പിക്ചർ കാണുന്നുണ്ടോ? ആ അതിൻ്റെ ഫേസിൽ കണ്ണിൻ്റെ താഴെയൊക്കെ അല്ലെങ്കിൽ മൂക്കിൻ്റെ എൻഡിലും ഒക്കെ ഇരിക്കുന്ന വൈറ്റാണ് പ്യുവർ. നമ്മളൊരു പിങ്കിഷ് ആയിട്ട് തോന്നണമെങ്കിൽ പിങ്കിഷ് അല്ല അവിടെ ഇരിക്കുന്നത്, പകരം എന്താ ഇരിക്കുന്നത്? വൈറ്റാണ്. അതുകൊണ്ട് അതിന് ഫേസിന് ഒരു തിളക്കമുണ്ട്. ഇപ്പം മുടിയുടെ സൈഡിലൊക്കെ വരുമ്പോൾ അവിടെ ഒരു വൈറ്റ് വെച്ചിട്ടുണ്ട്. വൈറ്റ് വെച്ചാണ് അതിൻ്റെ ഹൈലൈറ്റ് കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ ഒരു ഫേസാണ് കേട്ടോ. ഞാനിപ്പം ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതേ ഉള്ളൂ. അത് അക്രിലിക് അല്ലേ മാം? അക്രിലിക് പെയിന്റ് അല്ലേ? മാം ഓക്കെ, പറഞ്ഞോളൂ. നമുക്ക് ചുണ്ടിലോട്ട് പോവാം. ഇതുപോലെ ബോഡിയുടെ എല്ലാ പാർട്ടുകളിലും ചെയ്യും കേട്ടോ. ഞാൻ കൂടുതൽ കാണിക്കണ്ടല്ലോ, ചെയ്തിടാം, ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതുപോലെ നമ്മളിത് ഇവിടെയില്ലേ, ഇവിടെ കാലില്ലേ, ഞാൻ ജസ്റ്റ് നോക്കിയത് ഈ കാലിൻ്റെ ഭാഗത്തും ഞാൻ കുറച്ചൊന്ന് വൈറ്റ് വെച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്ക് വിരലുകളൊക്കെ ഇവിടെ കണ്ടോ, ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ടൊന്ന് റൗണ്ടായിട്ടാണ് വച്ചത് കേട്ടോ. ബ്രഷ് ഇതൊക്കെ കളർ നല്ലതായിട്ട് ഉണങ്ങി. നിങ്ങൾക്കൊരു ഡൗട്ട് കളർ ഉണങ്ങാത്തതുകൊണ്ടാണ് അടിയിലത്തെ കളറിലേക്ക് വന്നതിനൊരു ഡൗട്ട്. ഇവിടെ ഇപ്പോൾ കുറച്ച് വൈറ്റ് കൂടുതലാണ് കണ്ടത്. ജസ്റ്റ് ഒന്ന് ആദ്യത്തെ സ്റ്റെപ്പ് വെള്ളം ചേർത്ത് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ചുകൂടെ നല്ലപോലെ ഉണങ്ങിയെടുത്ത് കുറച്ചുകൂടെ ഈ വൈറ്റ് എടുത്ത് കാണിക്കും, കാരണം ലയിപ്പിക്കാൻ പാടാണ്. കുറച്ചുകൂടെ ഇതൊന്നും സാധാരണ മ്യൂറൽ ചെയ്യുന്നതല്ല ഞാൻ, പക്ഷെ നിങ്ങൾക്കൊന്ന് ആ ഒരു ലൈറ്റിൻ്റെ എഫക്റ്റ് ഒന്ന് മാറ്റി പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഇത് ഉണങ്ങി കഴിയുമ്പോൾ അവിടെ മാത്രം ഒരു ചെറിയ ലൈറ്റ് വരും കേട്ടോ. ഇപ്പം നമുക്ക് കുറച്ച് വൈറ്റ് കൂടുതലാണെന്ന് തോന്നുന്നത്, പക്ഷെ ഉണങ്ങുമ്പം ഇത് അകത്തോട്ടൊന്ന് പിടിക്കുക. ഇവിടെ പെട്ടെന്ന് സ്പ്രെഡ് ആയിക്കോളും, കാരണം അടിയിലത്തെ ലെയർ നമുക്ക് പോയതേ ഉള്ളൂ, ഉണങ്ങാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് സ്പ്രെഡ് ആയിക്കോളും. പക്ഷെ ഇവിടെ നല്ല ഉണങ്ങിയിരിക്കുന്നത് കൊണ്ട് കുറച്ചൊന്ന് സമയം എടുത്തേ ഇതൊന്ന് ഉണങ്ങത്തുള്ളൂ കേട്ടോ. ഇത് ഉണങ്ങാൻ കുറച്ചുകൂടെ സമയമെടുക്കും. വിരലുകളിലൊക്കെ നമുക്കത് ഈ ഒരു അറ്റത്തായിട്ട് ചെറിയൊരു ഹൈലൈറ്റ് വെച്ച് കൊടുക്കാം.
അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു ഉരുണ്ട ഫീല്. ഇങ്ങനെ വരും, കണ്ടോ? ഈ വിരലുകളുടെ അറ്റത്ത് ഇവിടെയൊക്കെ കൊടുക്കാൻ പറ്റും. ഈ വൈറ്റനിങ് എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലുള്ള ബോഡിയുടെ എല്ലാ ഭാഗങ്ങളിലും കൊടുക്കാം. ഒരു ബ്ലൂവിൽ മാത്രമാണ്, അങ്ങനെയൊന്നുമില്ല, സ്കിൻ ടോണിലൊക്കെ കൊടുക്കാം കേട്ടോ. അക്രിലിക് പെയിൻറ്റിങ്ങിൻ്റെ ക്ലാസ് ഉണ്ടാവും. ഒരു പെയിൻറ്റിങ് ഇതുപോലെ നമുക്ക് നല്ല രസമുള്ള രവിവർമ്മ പെയിൻറ്റിങ് പോലെയുള്ള അക്രിലിക് പെയിൻറ്റിങ് കാണാം. അതിനകത്ത് ഞാൻ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഷെയ്ഡിങ് നിങ്ങൾക്ക് പറഞ്ഞു തരും. കൂടെ നിങ്ങൾക്കൊക്കെ റിയലിസ്റ്റിക്കൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. റിയലിസ്റ്റിക്കലി ഇപ്പോൾ ജസ്റ്റ് നമുക്ക് മ്യൂറലിൻ്റെ ക്ലാസ് നടക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ 5 ദിവസത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുന്നതൊന്നുമല്ല. ചെയ്തു വന്നപ്പോൾ പലരും എൻ്റെ പേഴ്സണൽ സ്റ്റുഡൻസാണ്. അവർക്ക് പലരും പെയിൻറ്റിങ്ങൊക്കെ ചെയ്യുന്നവരാണ്. അവരിങ്ങനെ ഓരോ ഡൗട്ടുകൾ ചോദിക്കുമ്പോൾ ഞാൻ കൂടുതലായിട്ടും പറഞ്ഞു തരുന്നു കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഒരു ക്ലാസ് അതായത് 2 ദിവസം കൊണ്ട് ക്ലാസ് എടുക്കും, ചിലത് 20 ദിവസം കൊണ്ട് എടുക്കാൻ പറ്റും ഈ ഒരു പിക്ചർ തന്നെ. ശരി, അപ്പോൾ നമുക്ക് അടുത്ത് ചുണ്ടിലോട്ട് പോവാം കേട്ടോ. ചുണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ചുണ്ടിന് നമ്മൾ 1 ഡ്രോപ്പ് ക്രിംസൺ ലേക്ക് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞതിൽ അധികം യൂസ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ കളറാണ്. 1 ഡ്രോപ്പ് ക്രിംസൺ ലേക്കും 1 ഡ്രോപ്പ് സ്കാർലറ്റും കൂടിയാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. 1 ഡ്രോപ്പ് ക്രിംസൺ ലേക്കും 1 ഡ്രോപ്പ് സ്കാർലറ്റ് അല്ലെങ്കിൽ ഓറഞ്ച് പോലത്തെ കളർ കേട്ടോ. ബെർമിലിനായാലും മതി. അതൊന്ന് മിക്സ് ആവത്തക്ക വിധത്തിലുള്ള വെള്ളം മതി കേട്ടോ. നമുക്കതിനകത്ത് ഒരുപാട് വെള്ളം വേണ്ട. അതൊന്ന് ജസ്റ്റ് ഒന്ന്, എൻ്റെത് ഭയങ്കര കളർ ഭയങ്കര കട്ടിയാണ് കേട്ടോ, വൈറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ചെയ്യുമ്പം ഒന്ന് മിക്സ് ആവാത്ത ഒരു ലിക്വിഡിൻ്റെ ഒരു ആവത്തൊക്കെ വിധത്തിലുള്ള മതി കേട്ടോ. ചെറിയ ബ്രഷാണ് എടുക്കുന്നത്. ചെറിയ ബ്രഷാണ് എടുക്കുന്നത്. ചുണ്ടിലൊരു ഔട്ട്ലൈനാണ് കൊടുത്തത് കേട്ടോ. കുറച്ച് വീതിക്കൊരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഏതെല്ലാം കളറാണ്? ഒരു ഡ്രോപ്പ് ക്രിംസൺ റെഡും 1 ഡ്രോപ്പ് സ്കാർലറ്റ് റെഡും ആണ് കേട്ടോ എടുത്തത് കേട്ടോ. എന്നിട്ട് നമ്മളിത് ഈ മുകളിലത്തെ ചുണ്ടാണെങ്കിൽ കുറച്ചുകൂടെ നമ്മളതൊന്ന് കവർ ചെയ്ത് വരും. ചെറിയൊരു ഷെയ്ഡേ അവിടെ വരുന്നുണ്ട്. താഴത്തെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് നന്നായിട്ടുണ്ട്. മുകളിലത്തെ ചുണ്ട് നമ്മൾ ഏകദേശം ഇങ്ങനെ ഒരു കവർ ചെയ്ത മട്ടാണ് കേട്ടോ. ഒരു കളറ് ചെറിയൊരു ഇത് കവർ ചെയ്ത്. താഴത്തെ ചുണ്ടാണെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ഇതാ കൊടുത്ത് ഈ നടുക്ക് ചെറുതായിട്ട് ഷെയ്ഡാണ് കേട്ടോ. ബ്രഷ് വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് ലയിപ്പിച്ചെടുക്കുകയാണ് ഇപ്പം ചെയ്യുന്നത്. ബ്രഷ് വെള്ളത്തിൽ മുക്കി ജസ്റ്റ് ഒന്ന് ലയിപ്പിച്ചെടുക്കുകയാണ്. ഈ നടുക്ക് 2 ഭാഗം ഇങ്ങനെ ചെറിയൊരു ബൾജിങ് പോലെ ഉണ്ട് കേട്ടോ. പക്ഷേ മുകളിലത്തത് നമുക്ക് ഏകദേശം ഫുള്ളായിട്ട് നമ്മൾ ആ ഷെയ്ഡ് വെച്ച് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. 2 കളേഴ്സാണ് യൂസ് ചെയ്തത്, ക്രിംസൺ ലേക്കും സ്കാർലറ്റ് റെഡും കൂടെ കേട്ടോ. ക്രിംസൺ റെഡും സ്കാർലറ്റ് റെഡും സൂപ്പറായിട്ടുണ്ട് ചുണ്ട് വരുന്ന സമയത്ത് കേട്ടോ. നല്ല ഭംഗി. ഇനി നമുക്ക് എന്താണ് ഈ ഒരു ഭാഗമൊക്കെ നമ്മളൊരു ഇതാക്കിയിട്ടുണ്ട്. മൈപ്പീലിയും കൂടെ ഒന്ന് പോകാം കേട്ടോ. മൈപ്പീലയുടെ കളറെങ്കിലും കൂടെ പോവേ. നമുക്ക് വൈറ്റ് കളറുണ്ട്. ഒരു 2-3 ഡ്രോപ്പിൽ ഒരു 1/2 ഡ്രോപ്പ് സെറൂലിയൻ ബ്ലൂ ആണ് നമ്മൾ ചേർക്കുന്നത്. വളരെ ലൈറ്റായിട്ടുള്ളൊരു ബ്ലൂ ആണ്. അപ്പോൾ ഒരു 3 ഡ്രോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 1/2 ഡ്രോപ്പ് മിക്സ് ചെയ്യുമ്പോൾ വളരെ ലൈറ്റായിട്ട്, ബോഡിയുടെ ലൈറ്റല്ല അതിനേക്കാൾ ലൈറ്റ് ആവണം കേട്ടോ. ഒരു സ്കൈയിലൊക്കെ വരുന്ന ഒരു ലൈറ്റാണ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? ഒരു 4 ഡ്രോപ്പ് വൈറ്റിലൂടെ 4 ഡ്രോപ്പ് വൈറ്റിൻ്റെ 1/2 ഡ്രോപ്പ് എന്താണ് സെറൂലിയൻ ബ്ലൂ ആണേ. വളരെ ലൈറ്റ്. നിങ്ങൾ ഈ സെറൂലിയൻ മാം കേട്ടോ. ഇതിൽ നമ്മളിത് ഈ ഒരു ഭാഗം, അതായത് ഇതിൻ്റെ 2ാമത്തെ ലെയർ കേട്ടോ. നമ്മൾ നടുക്കൊരു ലവ് സിമ്പിൾ പോലെയുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ലെയറിൽ ഈ ലൈറ്റ് ബ്ലൂ കൊടുക്കുകയാണ് കേട്ടോ. ഒരു ക്ലോസപ്പ് ഫോട്ടോ ഇട്ടാൽ നന്നായിരിക്കും. ഇട ഞാൻ ഇവിടെ വലിയ മൈപ്പീലി ഉണ്ടല്ലോ, അതിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റേ കളർ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് ഈ ലെയറാണ്, കാണാൻ പറ്റില്ലല്ലോ, ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ.
ആ കുറച്ചും കൂടെ നീക്കിയാല് കാണാൻ പറ്റുന്നുണ്ടോ? കുറച്ച് ഡിസ്റ്റൻസിലാണ് എനിക്ക് കൃഷ്ണനെ എടുക്കേണ്ടതുള്ളത് കൊണ്ട് സാരിയും കൂടെ അല്ലേ. കാണാൻ പറ്റുന്നില്ലല്ലോ മാം. ഒന്ന് സൂം ചെയ്തു. ഇപ്പോഴോ? ആ സ്ക്രീനിൽ മാറ്റിയാ മതി. സ്ക്രീനിൽ നമുക്ക് മാറ്റാം. സ്ക്രീനിൽ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്താൽ വെച്ചിരിക്കുന്നത്. ആ പറ്റുന്നുണ്ട്. ഇത്തിരി മേൽഭാഗത്തോട്ട് കാണുന്നില്ല മാം. ക്യാമറ ഇത്തിരി മേലോട്ട്. ഇപ്പോഴോ? ഇല്ല. മാം സ്ക്രീനിൽ വിരല് വെച്ചിട്ട് ഭാഗമാണ് കൂടുതലായി കാണുന്നത്. മൂവ് ചെയ്താൽ മതി. എൻ്റെ അല്ല സ്ക്രീനിൽ മൂവിക്കൂ. സ്ക്രീനില് ഓ മാം അത്രയും മൈപ്പീരിയാണ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ ഓക്കെ, അത് കാണാം. ഈ വലിയ മൈപ്പീരിയാണ് കാണിക്കുന്നത് കേട്ടോ. ഞാൻ ആ ബ്ലൂ എടുത്തത് കൊണ്ട് അതുകൊണ്ട് ഇതിൻ്റെ കളറിങ് പറഞ്ഞു തരാം കേട്ടോ. ഞാൻ ആ വലുത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരെണ്ണം ചെയ്തത് കേട്ടോ. ഇതിപ്പം നടുക്കല്ലേ വരുന്നത് പല്ലുവിൻ്റെ, അതിൻ്റെ സൈഡിലായിട്ടൊരു മൈപ്പീരി വലുതായിട്ട് കൊടുത്തതാണ്. നിങ്ങൾക്ക് പഠിക്കുക. എനിക്ക് എൻ്റെ പിക്ചർ ശരിയാക്കുക എന്നതിനേക്കാൾ എന്താണ് എൻ്റെ ലക്ഷ്യം? നിങ്ങളെല്ലാവരും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം കേട്ടോ. നിങ്ങളെ പഠിപ്പിക്കുകയല്ലേ എൻ്റെ ഉദ്ദേശം. അപ്പം ഞാൻ ചെയ്യുന്ന പിക്ചേഴ്സിൽ നിന്ന് മിക്കവാറും നല്ല സാരികൾ എടുക്കാറില്ല. കാരണം എവിടെയെങ്കിലുമൊക്കെ കളർ വീഴും. അത് വേണ്ട വിധത്തിൽ. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന ഫിനിഷിങ്ങിൻ്റെ 100-1 പോലും ഒരു ക്ലാസ്സിൽ ചെയ്യുന്ന പടത്തിന് ഉണ്ടാവാറില്ല. കാരണം നമ്മൾ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണിക്കും. തലകുത്തനെയൊക്കെ വെച്ചായിരിക്കും. ഒരു മിനിറ്റ്. ശ്രീദേവിക താമസിച്ചു പോയല്ലോ. റെക്കോർഡ് ഇടാൻ കേട്ടോ, ഞാൻ തരാവേ. മാം ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ. സോറി മാം. ആ കുഴപ്പമില്ല. നമ്മൾ കുറച്ച് കളറിങ് ആയിട്ടുണ്ട്. ശരിക്കും ക്ലാസ് കണ്ടാലേ അത് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. പറഞ്ഞു തരുന്നത് നിങ്ങൾ. കൃഷ്ണൻ്റെ കുറച്ചൊന്ന് ചെയ്തു. ഞാനിപ്പോൾ മൈപ്പീരിയുടെയാണ് കേട്ടോ. മൈപ്പീരിയുടെ ലൈറ്റ് ബ്ലൂ കളർ ചെയ്യാൻ കേട്ടോ. രണ്ടാമത്തെ ലെയർ ഏതാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിൽ ചെയ്ത് കാണിക്കുന്നത്. ഇത് നമ്മളെപ്പോഴും ഫില്ലിങ്ങിന് 2 ഡ്രോപ്പ് കളറിന് ഇരട്ടി അളവിൽ വെള്ളം ചേർക്കാം കേട്ടോ. കുറച്ച് ലൈറ്റായിട്ട് നമുക്ക് ചെയ്യാം. കുറച്ച് വെള്ളം ചേർത്ത് തന്നെ ചെയ്യാം കേട്ടോ. അപ്പം ഇതാണ് ലൈറ്റ് ബ്ലൂവിൻ്റെ ഇത്. ഇനി നമുക്കിതിൻ്റെ നടുക്കായിട്ട് പ്രഷ്യൻ ബ്ലൂ ആണ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഡയറക്റ്റ് പ്രഷ്യൻ ബ്ലൂ ആണ് ചെയ്യുന്നത്. ഇതിലൊന്ന് ചെയ്തിട്ട് അതിലോട്ട് പോകും. ഇതിപ്പോൾ ഉടനെ ചെയ്യരുത്, സ്പ്രെഡായി പോകും കേട്ടോ. നമ്മൾ നല്ലപോലെ വെള്ളം ചേർത്തൊക്കെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഉടനെ ചെയ്യുമ്പോൾ എന്ത് പറ്റും? സ്പ്രെഡാവാനുള്ള സാധ്യതയുണ്ട്. പ്രഷ്യൻ ബ്ലൂവും 1 ഡ്രോപ്പ് കളറിന് 2 ഡ്രോപ്പ് വെള്ളം എന്ന അളവിൽ കുറച്ച് വോളിയം കുറഞ്ഞു, സ്റ്റക്കായിരിക്കുന്ന പോലെ. എനിക്ക് തോന്നുന്നു വൈഫൈ ആണ്. അത് വൈഫൈ ഇല്ല, അപ്പോൾ അതുകൊണ്ട് സാധ്യത കുറവാണ്. അങ്ങനെയാണെങ്കിൽ നാളെ കൂടെ നമുക്ക് ക്ലാസ് എടുക്കാവോ? ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡേറ്റ് ഒന്നും ആയില്ല. റീചാർജ് ചെയ്യുന്നത് 15ആണ്. പക്ഷെ അവർ ഓൾറെഡി കട്ട് ചെയ്ത്. എന്താണെന്ന് കാരണം അറിയത്തില്ല. ഇന്നലെ കട്ട് ചെയ്തു. പേയ്മെൻറ്റൊക്കെ വീണ്ടും റീപേയ്മെൻറ്റൊക്കെ ചെയ്തു. പക്ഷെ കട്ട് ചെയ്ത്. ഇപ്പം ഇന്ന് വർക്കിംഗ് ഡേ അല്ലാത്തതുകൊണ്ടേ അവർ വൈഫൈ കണക്ട് നെറ്റ് ഇഷ്യൂ ഉണ്ട് തോന്നുന്നു. മാം പറയുന്നൊന്നും കേൾക്കാൻ വയ്യ. അതെ, നമുക്ക് നെറ്റ് ഇഷ്യൂ ഇവിടെ അങ്ങനെയാണ് മാം. അതുപോലെ തന്നെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. വോയിസും ക്ലിയർ ആവുന്നില്ല. വോയിസും ക്ലിയർ അല്ല. നാളെ നമുക്ക് എടുക്കാവോ ക്ലാസ്? നാളെ ഒരു ദിവസം മറ്റേതാണിത്. നാളെ നമുക്ക് പ്രഷ്യൻ ബ്ലൂ എടുത്തിട്ടുണ്ടോ? ഡാർക്ക് ചെയ്യണ്ടോ? ഒന്നും കാണുന്നില്ല. കറക്റ്റ് അല്ല കാണുന്നത്. മാം ഇത് എല്ലാവരും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പം കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആയിട്ട് കാണുന്നവരൊരു സ്ക്രീൻഷോട്ട് എടുക്കട്ടോ. ഞാനൊന്ന് വാട്സപ്പിൽ ചെയ്യാം. മാമിന്റെ നെറ്റ് ഇഷ്യൂ ആണെന്ന് തോന്നുന്നേ. മാം പോയല്ലോ. ലെഫ്റ്റ് പറഞ്ഞതൊന്നും കേട്ടില്ല.
ഞാനുണ്ട് ഒരു ലിങ്കിലുണ്ട്. ഇല്ല എന്തൊക്കെയോ ചെറുതായിട്ട് കാണുന്നുണ്ട്, പക്ഷെ എന്തോ ഇഷ്യൂ ഉണ്ട്. വൈറ്റ് എടുത്തിട്ടുണ്ട് ഇപ്പൊ എൻ്റെ ഒരു ലിങ്കിലുണ്ട്. നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാം. എനിക്ക് തോന്നുന്നു നമ്മുടെ വൈഫൈ കണക്ഷൻ കട്ടായി കിടക്കുന്നു. അപ്പോൾ മൊബൈൽ ഡേറ്റ റീചാർജ് ചെയ്തതിന് ഇപ്പോൾ ക്ലാസ് എടുത്തത്, പക്ഷേ എന്നാലത് കണക്റ്റ് ആവുന്നതിന് ലിമിറ്റുണ്ട്, മറ്റൊന്നുമുണ്ട്. റെക്കോർഡും കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പോൾ നാളെ എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ നാളെ നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ലാസ്റ്റ് ക്ലാസ്സായിട്ട് എടുക്കും. എല്ലാത്തിൻ്റെ വോയിസ് നോട്ട് ഞാൻ ഇപ്പം തന്നെ കിട്ടിയതിന് ശേഷം ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുന്നുള്ളൂ കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഉണ്ടെന്നായിരിക്കും. ഓക്കെ. ഹലോ, എൻ്റെ ഒരു ലിങ്കിലുണ്ട്. നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാം. എനിക്ക് തോന്നുന്നു നമ്മുടെ വൈഫൈ കണക്ഷൻ കട്ടായി കിടക്കുന്നു. മാം എന്തോ വോയിസ് ഇട്ടിട്ടുണ്ട് ഗ്രൂപ്പില്.